PM ശ്രീ വിവാദത്തിൽ കുറ്റസമ്മതവുമായി CPIM സംസ്ഥാന സെക്രട്ടറി. മന്ത്രിസഭയിലും ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാത്തത് വീഴ്ചയാണ്. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിൽ പ്രതിപക്ഷ നേതാവിന് എണ്ണി മറുപടിയും MV ഗോവിന്ദൻ നൽകി. സർക്കാർ എന്ത് തട്ടിപ്പ് നടത്തിയെന്ന് സതീശൻ പറയണം. അതിദരിദ്രരിൽ അവസാനത്തെ ആളെ കണ്ടെത്തി പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന എറണാകുളം ജില്ലാ പഞ്ചായത്താണ്. ആളുകളെ വിഡ്ഢിയാക്കാനാണ് സതീശന്റെ ശ്രമമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതിദാരിദ്ര്യരുടെ എണ്ണം 0.7% അന്ന്, അത് പിന്നീട് 5% ചുരുങ്ങി. ഇപ്പോഴും 0% ഈ ഒരു 5 കൊല്ലക്കാലം കൊണ്ടല്ല, VMSൻ്റെ ഗവൺമെൻറ് മുതൽ നടത്തിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലിലൂടെയാണ് ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയത്. അത് കാണുന്നതിന് പകരം എന്തോ ഒരു അട്ടിമറി ഇപ്പോൾ നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആളുകൾ ധരിക്കുന്നത്. വിവരങ്ങളുമായി അർജുൻ രാജ് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഇപ്പോൾ 2 കാര്യങ്ങളിലാണ് MV ഗോവിന്ദനും പ്രതികരിച്ചിട്ടുള്ളത്. PM ശ്രീ വിഷയം മന്ത്രിസഭയിലും ഒപ്പം തന്നെ LDFിലും ചർച്ച ചെയ്യാത്തത് വീഴ്ചയാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ തള്ളിപ്പറയുന്നു, വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു, മറുപടിയുമുണ്ട്. എന്തൊക്കെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത് 2 കാര്യത്തിൽ? ഇത് ചർച്ച ചെയ്യാത്തതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു എന്നുള്ളതാണ്. ഇടതുമുന്നണി യോഗത്തിലും മന്ത്രിസഭയിലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അത് വീഴ്ച തന്നെയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയം പിന്നെ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും പിന്നീട് അതിലേക്ക് പിന്നോട്ട് പോവുകയൊക്കെ ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കൃത്യമായി ഇക്കാര്യത്തിൽ ഈ തീരുമാനമെടുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ CPI ഉൾപ്പെടെ പ്രധാനമായും ഉന്നയിച്ച വിമർശനവും അത് തന്നെയായിരുന്നു. നയപരമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ, അത് തീരുമാനമെടുക്കുമ്പോൾ അത് ഇടതുമുന്നണി യോഗത്തിലോ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല, അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്ന വിമർശനമാണ് CPI ഉന്നയിച്ചിരുന്നത്. അത് അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റോ ഈ വിഷയം മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ടോ, PMCയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതിനെ ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്നുള്ളതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. അതായത് ഇത് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച CPMലോ ഇടതുമുന്നണിയിലോ മന്ത്രിസഭാ യോഗത്തിലോ ഇല്ലാതെ ഒപ്പിട്ടു എന്നുള്ള തരത്തിലുള്ള ഒരു അത് അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അർജുൻ, ഇപ്പോൾ അത് സമ്മതിക്കുന്നു, ആ കുറ്റസമ്മതം നടത്തുന്നു എന്നുള്ളതിനൊപ്പം തന്നെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി, എങ്ങനെയാണ് ഈ സാമ്പിളുകൾ തെരഞ്ഞെടുത്തത് എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത്, നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന എറണാകുളം ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് അവസാനത്തെ ആളെയും കണ്ടെത്തി നൽകിയത് എന്ന് പറയുന്ന ഒരു മറുപടി ഇട്ട് രാഷ്ട്രീയ പ്രതിരോധത്തിനും അല്ലെങ്കിൽ ഒരു മറുപ്രത്യാക്രമണത്തിനും ശ്രമിക്കുകയാണ് MV ഗോവിന്ദൻ. തീർച്ചയായും ബിനിൽ, MV ഗോവിന്ദൻ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന ഈ പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് അതിദാരിദ്ര്യമുക്ത ലക്ഷ്യം എന്നുള്ള പദ്ധതിക്ക് തുടക്കമിടുന്നത്. ആ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നു. അതിനുശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബിനിൽ സൂചിപ്പിച്ചത്. അതായത് 64,006 ആളുകളെയാണ് ഈ പട്ടികയിൽ പെടുത്തിയിരുന്നത്. അതിൽ ഒരാളുടെ കുറവാണ് ഉണ്ടായിരുന്നത്. ആ ആളെ മന്ത്രിസഭാ യോഗമാണ് കണ്ടെത്തി അദ്ദേഹത്തിന്റെ പ്രശ്നം, ആ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നത്. അത് എറണാകുളം ജില്ലയിലുണ്ടായിരുന്ന കുടുംബമായിരുന്നു. അവരെ അതിദാരിദ്ര്യമുക്തം എന്നുള്ള പട്ടികയിൽ നിന്നും ആ പ്രഖ്യാപനം നടത്തേണ്ടത് തദ്ദേശ സ്ഥാപനമായിരുന്ന എറണാകുളം ജില്ലാ പഞ്ചായത്താണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു സർക്കാർ. അവസാനം ആ ആളുടെ പ്രശ്നം കൂടി പരിഹരിച്ച് മന്ത്രിസഭ ഇടപെട്ടുകൊണ്ട് അവരുടെ കൂടി പ്രശ്നം പരിഹരിച്ചതിനു ശേഷമാണ് സംസ്ഥാനം ഈ പറയുന്ന 64,006 കുടുംബങ്ങളുടെയും പ്രശ്നം പരിഹരിച്ച് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്ത്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് ആരാണ് ഭരിക്കുന്നത്? അത് കോൺഗ്രസ് ആണ്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയാണ് അവസാന അതിദാരിദ്ര്യമുക്തം എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള എല്ലാ തദ്ദേശ സ്ഥാപനം, അതായത് LDF ഭരിക്കുന്നതും UDF ഭരിക്കുന്നതും BJP ഭരിക്കുന്നതുമായിട്ടുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയത്. അത് ഇന്നലെ സംഭവിച്ചതുമല്ല, അത് ഈ സർക്കാർ ആദ്യ മന്ത്രിസഭാ യോഗം തൊട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക്. അർജുനൻ തുടരുക. അതാണ് അതിദരിദ്ര
മുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്കുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി ഇപ്പോൾ ഈ PM ശ്രീ വിഷയത്തിൽ MV ഗോവിന്ദൻ എന്താണ് പറഞ്ഞത് എന്നും നമുക്ക് കേട്ടിട്ട് അർജുനിലേക്ക് മടങ്ങിയെത്താം. ചെയ്തിട്ടുള്ളൂ ആ കാര്യം ഇതാണ്: മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ച. അർജുൻ തുടരുന്നുണ്ട്. അർജുൻ കൃത്യമായി വീഴ്ച സമ്മതിക്കുന്നുണ്ട്, കുറ്റസമ്മതം നടത്തുന്നുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ഈ വിഷയം ചർച്ച ചെയ്ത ഘട്ടത്തിൽ അത്തരത്തിൽ ഇത് ഒരു വീഴ്ചയാണെന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായി പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ഇത് ഇടതുമുന്നണിയിലോ CPM-ലോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അക്കാര്യം വീഴ്ചയാണെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. ഇത് നേരത്തെ ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനമായിരുന്നു. അതായത് നയപരത്തിലോ മുന്നണി യോഗത്തിലോ ചർച്ച ചെയ്യാതെ പാസ്സാക്കുന്ന തരത്തിലേക്ക് സർക്കാർ പോയി. അത് തെറ്റാണ് എന്ന് അംഗീകരിക്കുന്ന തരത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.